ശലഭം പാർട്ട് 17. സ്നേഹ ഒരു പേടിയോടെ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഹാളിലേക്ക് വന്നു. മോള് പേടിക്കാതെ, ബാമയുടെ അമ്മ പതിയെ പറഞ്ഞതു. ഹോ, വന്നേ ഉള്ളൂ, അപ്പോയിക്കെന്താ സ്നേഹപ്രകടനം? അമ്മായി ഒരു പുച്ഛത്തോടെ പറഞ്ഞതു. അത് കേട്ടുകൊണ്ടാണ് ബാമയും നീരിയും അകത്തേക്ക് വരുന്നേ. സ്നേഹ ആരെയും നോക്കാതെ നിൽക്കുകയായിരുന്നു. സ്നേഹ ചേച്ചി വായോ. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ബാമ അവളെ വിളിച്ചതും സ്നേഹ അവളുടെ കൂടെ പോയി. മുറിയിലെത്തിയതും സ്നേഹയെ ഒന്ന് നോക്കിക്കൊണ്ട് നീരിയും ബാമയും കിടക്കയിലേക്കിരുന്നു. എൻ്റെ ചേച്ചിയെ, നിങ്ങളും അരിയേട്ടനും ഇഷ്ടത്തിലായിരുന്നു? ബാമത് ചോദിച്ചതും സ്നേഹയൊന്നും മൂളി. ചേച്ചി ഇങ്ങനെ പേടിച്ചു നിൽക്കാതെ, ഇവിടെ ആരും ചേച്ചിയൊന്നും പറയില്ല ചേച്ചിയെ. ചേച്ചി എന്താ കോളേജിലേക്കൊന്നും വരാതെ നിന്നത്? ചേച്ചിയുടെ വീട്ടിൽ പ്രശ്നമാണോ? ബാം അത് ചോദിച്ചതും പറയാനാണെങ്കിൽ ഒത്തിരി കഥകളുണ്ട്. ഹരിയേട്ടൻ്റെ സഹോദരിയാ നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിച്ച് വിറച്ച ഇവിടെ വരെ എത്തിയേ നിങ്ങളെ കണ്ടപ്പോയാ ഒരു സമാധാനം വന്നത്. സ്നേഹ അല്പം സമാധാനത്തോടെ പറഞ്ഞു. ചേച്ചി ഇനി പേടിക്കാതെ ഒന്ന് റെസ്റ്റ് എടുക്ക്. അതും പറഞ്ഞ് ബാമയും നീലിയും പുറത്തേക്ക് പോയി. സ്നേഹ ഒരു വേദനയോടെ നീലിയെ നോക്കി. പ്രശ്നമെല്ലാം അവസാനിച്ചതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം നീലി ഉറക്കമുണരുമ്പോൾ ആദ്യം കാണുന്നത് വാടി നിൽക്കുന്ന ആമ്പൽപ്പൂക്കളായിരുന്നു. അയ്യോ, ഇതെല്ലാം വാടിപ്പോയല്ലോ. അത് നോക്കിക്കൊണ്ട് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുത്തശ്ശി മുറിയിലേക്ക് വരുന്നേ. ആ മോളെ, നീ എണീറ്റോ? ഇന്ന് മോളൊന്ന് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കണം. അടുത്ത മാസം നിന്റെയും മോന്റെയും കല്യാണമല്ലേ, ഒന്ന് നന്നായി പ്രാർത്ഥിക്കണം. ബാമമ്മോള് രാവിലെ തന്നെ വിളിച്ചിരുന്നു. ഇന്നലെ വന്ന സ്നേഹമോളും ബാമമോളും രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്. മോളൊന്ന് ഒരുങ്ങിക്കോ. മോളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോഴാണ് കല്യാണം അടുത്ത കാര്യം അവൾ ഓർക്കുന്നത്. ദിവസമെല്ലാം എത്ര പെട്ടെന്നാ കടന്നു പോകുന്നേ. അതും ആലോചിച്ച് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി പല്ലും തേച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു. അലമാരയിൽ നോക്കുമ്പോൾ ബർത്ത്ഡേക്ക് മുത്തശ്ശി നൽകിയ ഒരു പർപ്പിൾ ധാവണി അവളുടെ കണ്ണിൽ പെടുന്നത്. അത് കണ്ടതും അവൾ പുഞ്ചിരിയോടെ അതെടുത്തു. ഒപ്പം അതേ കളർ വളയും മാലയും കമ്മലും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അണിയുമ്പോൾ ആ കമ്മൽ കണ്ടതും ഒരു സങ്കടത്തോടെ അത് നോക്കി. അവളുടെ കാത് കുത്തിയിട്ടേ ഇല്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവളെ വേണ്ടാത്തതിനാൽ തന്നെ ഒരു കാത് കുത്തൽ പോലും നടത്തിയിട്ടില്ല. അവൾ സങ്കടത്തോടെ കാതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരു ചുമ കേൾക്കുന്നത്. അത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ശ്രീകാന്ത് നിൽപ്പുണ്ടായിരുന്നു. അവനെ അവിടെ കണ്ടതും അവളൊന്ന് ഞെട്ടി. നീ എന്താ നീലി ഇങ്ങനെ മീച്ചു നോക്കുന്നേ? പേടിച്ചോ? ഒരു പുഞ്ചിരിയോടെ ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഒരുങ്ങി നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കൈകൊണ്ട് അവൻ സൂപ്പർ എന്ന് കാണിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി. അവൻ ആ മുറിയെല്ലാം ഒന്ന് ചുറ്റു നോക്കിക്കൊണ്ട് കിടക്കയിലേക്കിരുന്നു. ആമ്പൽപ്പൂക്കൾ പറിക്കാനായല്ലേ? അവൻ ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. ദേഷ്യമോ ഗൗരവമോ ഇല്ലാതെ ഇതുവരെ അവനെ അവൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പുഞ്ചിരിയോടെയുള്ള അവന്റെ സംസാരം അവളിൽ ഒത്തിരി സന്തോഷം നൽകി. പതിവില്ലാത്ത എൻ്റെ സംസാരം കേട്ട് എൻ്റെ തലക്കാരെങ്കിലും തല്ലിയോ എന്ന് ആലോചിക്കുവാണോ നീ? അത് കേട്ടതും അവൾക്ക് ചിരി വന്നു. അവൾ പുഞ്ചിരിയോടെ അല്ലെന്ന് പറഞ്ഞു. അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നതും അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ മിടിക്കാൻ തുടങ്ങി. അവൻ പതിയെ അവന്റെ മുഖം അവളുടെ നേരെ താഴ്ത്തിക്കൊണ്ട് നിനക്ക് കാതുകുത്തണോ? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. അവൻ പതിയെ അവളുടെ ചെവി മറിഞ്ഞു കിടക്കുന്ന മുടികളെല്ലാം നേരെയാക്കി. അവന്റെ കൈ അപ്പോൾ അവളുടെ ദേഹത്തൊന്ന് തട്ടിയതും അവളൊന്ന് പിടഞ്ഞു. പറ, വേണോ വേണ്ടയോ? അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് തല താഴ്ത്തി. ഒരു മൂക്കുത്തിയും കൂടെ ആയാലോ? അത് കേട്ടതും അവന്റെ മുഖത്തേക്ക് കണ്ണെല്ലാം വിടർത്തി നിറപുഞ്ചിരിയോടെ അവൾ നോക്കി. നിന്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ എന്താഗ്രഹവും നിനക്ക് എന്നോട് പറയാനുള്ള അവകാശമുണ്ട്. കാരണം 1 മാസം കൂടെ കഴിഞ്ഞാൽ നിന്റെ ഭർത്താവാണ് ഞാൻ. അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പോയതും അവൻ പോയ വഴി അത്ഭുതത്തോടെ നോക്കി. ശ്രീയേട്ടൻ അപ്പോ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആരുടെയും മുമ്പിൽ കാണിക്കാത്ത ഒരു സ്നേഹവും കരുതലുമുണ്ട്. ആരും അറിയാത്ത ഒരു ശ്രീയേട്ടനുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ വന്ന് എല്ലാവർക്കും മുമ്പിൽ കലിപ്പനാണെങ്കിലും എൻ്റെ ശ്രീയേട്ടൻ പാവമാ.
അവൻ പോയ വഴിയെ ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് മോളെ വാ ചായ കുടിക്ക്. അത് കേട്ടതും അവൾ മുത്തശ്ശിയുടെ കൂടെ ചായ കുടിക്കാൻ വരുമ്പോൾ അവളുടെ അടുത്ത് തന്നെ ശ്രീകാന്ത് വന്നിരുന്നു. അത് കണ്ടതും രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മക്കൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് വേണം പ്രാർത്ഥിക്കാൻ. വരുന്ന ഒരാഴ്ച ഉത്സവമാണ് അമ്പലത്തിൽ. അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോഴാണ് അങ്ങോട്ട് ഹരിയും സ്നേഹയും ബാമയും വരുന്നത്. ആഹാ, മക്കള് വന്നോ? അതും പറഞ്ഞ് മുത്തശ്ശി സ്നേഹയുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അകത്തേക്ക് വിളിച്ചു. മോള് ഭയപ്പെട്ടോ ഇന്നലെ? മോള് പേടിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാം പഴയ ആളുകളല്ലേ മോളെ. ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയമെല്ലാം വരും. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഇപ്പോൾ എന്നെ ആ അമ്മക്ക് കണ്ണി പിടിക്കാത്തത് മരിയോളോട് നല്ല സ്നേഹമാ. ഹരി ഒരു വിഷമത്തോടെ പറഞ്ഞതും. നിനക്കത് വേണം, ആരോടും ഒന്നും പറയാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടല്ലേ. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെവിയിൽ മുത്തശ്ശി പിടിച്ചതും. വീണ്ടും മുത്തശ്ശി. ബാമ എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പരസ്പരം ഒരു പുഞ്ചിരിയോടെ ഇടയ്ക്കിടയ്ക്ക് നോക്കി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന നീലിയെയും ശ്രീകാന്തിനെയുമാണ് അവൾ കണ്ടത്. എൻ്റെ ദേവി, അപ്പോ ഇങ്ങനെ ചിരിയോടെ ഇരിക്കാനും ശ്രീയേട്ടൻ അറിയും. ബാമ അത്ഭുതത്തോടെ ആലോചിച്ചു. വാടാ ഭക്ഷണം കഴിക്കാം. ശ്രീകാന്ത് അവനെ വിളിച്ചതും. വേണ്ടടാ, ഞങ്ങൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും കൂടെ പുറത്തേക്കിറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം മുത്തശ്ശി. അതും പറഞ്ഞ് അവർ 5 പേരും കൂടെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ശ്രീകാന്ത് ഗൗരവത്തിൽ മുമ്പിൽ നടപ്പുണ്ട്. ഹരിയും സ്നേഹവും എന്തെല്ലാമോ പറഞ്ഞ ഒപ്പമുണ്ട്. അവരുടെ പുറകിലായിരുന്നു നീലിയും ബാമയും. ഇതെന്താടി, നിന്റെ ഭാവി കെട്ടിയോൻ വല്ല അന്യനുമാണോ? ബാമയുടെ ചോദ്യം കേട്ടതും എന്താണെന്ന പോലെ മനസ്സിലാവാതെ ബാമയെ നോക്കി. അതായത് നേരത്തെ നിന്റെ അടുത്ത് നല്ല പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കണ്ടു, ഇപ്പൊ ഇത് അഗൗരവത്തിൽ മുമ്പിൽ നടക്കുന്നു. അത് കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ ചേട്ടൻ ഇവിടെ ഇന്നലെയെ കെട്ടിയുള്ളൂ, പക്ഷേ അവരുടെ ഭാവവും നടത്തവും നോക്ക്. എനിക്കുണ്ടായിരുന്ന ഒരു പ്രേമം. അങ്ങനെ ആ സഞ്ജിത് ചേട്ടനെ പ്രണയിക്കുന്ന നേരം വേറെ വല്ല ആളുകളെയും നോക്കിയിരുന്നെങ്കിൽ എനിക്കിപ്പോ കെട്ടാമായിരുന്നു. ബാമയുടെ സംസാരം കേട്ടതും നീലി ഒന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. നീ ഇങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കണ്ട, ഇതിപ്പോ ഒപ്പമുള്ളവരുടെ കല്യാണമൊക്കെ കഴിയുമ്പോ നമുക്കും കാണില്ലേ മോളെ ആഗ്രഹമെല്ലാം. ആ സഞ്ജിത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഒരു നിലക്ക് നന്നായി. ആ അമ്മായിയെ എങ്ങനെ സഹിക്കും? അതും അമ്മായിമ്മയായി വന്നുള്ള അവസ്ഥ ആലോചിച്ചോക്ക്, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഭാമയുടെ സംസാരം കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ചിരിച്ചോ. ഭാമ അത് പറഞ്ഞപ്പോയേക്കും അവർ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഭാമയുടെ കൂടെ കണ്ണുകളടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ആരോ വന്നതുപോലെ തോന്നി നോക്കുമ്പോൾ അവളുടെ അടുത്ത് ശ്രീകാന്ത് ഉണ്ടായിരുന്നു. അത് കണ്ട് കണ്ണെല്ലാം വിടർത്തി അവൾ അവനെ നോക്കിയതും അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും അവളും ഒരു പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു. ദേവി, പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ വിധി നൽകണേ ദേവി. അവൾ അതും പറഞ്ഞ് കണ്ണുകൾ അടക്കുമ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന ഭാമ അവിടെ ഇല്ലായിരുന്നു. പ്രസാദം. അത് കേട്ടതും അവർ പരസ്പരം വാങ്ങി. അതിൽ നിന്നും കുറിയെടുത്ത് നീലിയുടെ നെറ്റിയിൽ അവൻ പുഞ്ചിരിയോടെ തൊട്ടതും അവൾ പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി. അവളും പുഞ്ചിരിയോടെ അവന് നൽകി. കണ്ടോ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണ് കെട്ടിയാൽ ശ്രീയേട്ടൻ ആളു മാറുമെന്ന്. അവരെ തന്നെ നോക്കി മാറി നിൽക്കുന്ന ഹരിയോടും സ്നേഹയോടുമായി ഭാമ പറഞ്ഞു. അല്ലെങ്കിലും ശ്രീകാന്ത് ഒരു പാവമാ, കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. ഹരി അത് പറഞ്ഞതും എന്ത് കുറച്ച് ദേഷ്യമോ? ഇതാണോ ദേവി കുറച്ച്? അപ്പോ ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ബാക്കി കാണില്ലല്ലോ. ഭാമ ഒരു അമ്പരപ്പോടെ പറഞ്ഞു. അതെന്താ, ശ്രീകാന്ത് സാറ് വീട്ടിലും കലിപ്പനാണോ? സ്നേഹ ഒരു ഞെട്ടലോടെ ചോദിച്ചു. ആണോ എന്നോ? അവനെ ഞങ്ങൾ 3 പേർക്കേ അറിയൂ. കാരണം ഞങ്ങൾ കസിൻസ് മാത്രമല്ല, നല്ല കൂട്ടുകാരാ. പക്ഷേ അവനെ അങ്ങനെ പൂർണ്ണമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അവൻ. ഹരി അത് പറയുമ്പോഴാണ് അങ്ങോട്ട് 2 പേരും ഒരു പുഞ്ചിരിയോടെ വരുന്നത്. എവിടെയാവൻ? വന്നോ? ശ്രീകാന്ത് ചോദിച്ചതും പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് കുട്ടേട്ടനും സഞ്ജിത്തും വരുന്നത്. ഇവൻ പോയതല്ലേ, വീണ്ടും വിളിച്ചു വരുത്തിയോ?
ബാമ പതിയെ നീലിയോടായി പറയാൻ ശ്രമിച്ചതാണെങ്കിലും ശബ്ദമൊന്ന് കൂടിയതുകൊണ്ട് എല്ലാവരും കേട്ടിരുന്നു. എല്ലാവരും തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കിയതും. അത് പിന്നെ ഇന്നലെ അങ്ങ് പോയതല്ലോ, ഇന്നേക്ക് വിളിച്ചോ എന്നാ ചോദിച്ചേ. ബാമ ഒന്ന് തപ്പി തടഞ്ഞു. അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം, സഞ്ജിത്ത് ഒന്ന് ഇരുത്തിക്കൊണ്ട് പറഞ്ഞതും. ഓ, ഇയാളും ഇത് കേട്ടോ തേങ്ങ. ബാമ ഒരു അമ്പരപ്പോടെ ആലോചിച്ചു. നീ എന്താ ആരി പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? കുട്ടേട്ടൻ ഗൗരത് ചോദിച്ചതും. പറയാം, നമുക്ക് ആ കുളപ്പടവിൽ പോയിരിക്കാം. അവിടെയാകുമ്പോ ഇപ്പൊ ആളുകളും കുറവായിരിക്കും. എല്ലാവരും കൂടെ കുളത്തിന്റെ അവിടേക്ക് പോകുമ്പോൾ നീലിയുടെ കണ്ണുകൾ പോയത് ആ ആമ്പൽപ്പൂക്കളിലേക്കായിരുന്നു. എല്ലാവരും ആ കുളത്തിലേക്കുള്ള വരമ്പിലിരുന്നു. നീലി ആ ആമ്പൽപ്പൂക്കൾ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീകാന്തിനെ നോക്കുമ്പോൾ അവനത് ശ്രദ്ധിച്ചതേയില്ല. നീ കാര്യം പറ. നിന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഞങ്ങൾ. നിനക്ക് പ്രേമമുണ്ടെന്ന് ഞങ്ങൾ 3 പേരോട് നിനക്ക് പറയാൻ അറിയാം. അവസാനം താലിക്കെട്ട് വീട്ടുകാർ വഴി അറിയണം അല്ലേ? കുട്ടേട്ടൻ ഗൗരവത്തിൽ പറഞ്ഞതും. അത് പറയാൻ വേണ്ടിയാ നിങ്ങൾ എല്ലാവരെയും കാണണമെന്ന് ഞാൻ പറഞ്ഞേ. ഹരി ഗൗരവത്ത് പറഞ്ഞതും. അതിനെന്തിനാടാ ഇവരെല്ലാം? സ്നേഹ നിന്റെ പെണ്ണാണെന്ന് വെക്കാം, നീലി ശ്രീയുടെയും. അതിന് നീ എന്തിനാടാ ഈ അടക്കാക്കുരുവിയെ കൊണ്ടുവന്നേ? സഞ്ജിത്ത് ബാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും. എടാ, അത് നിന്റെ മറ്റവളെ പോയി വിളിക്കടാ. ഇതേ എന്റെ ചേട്ടനാണ്. നിങ്ങളെല്ലാം കസിൻസ് അല്ലേ? നിങ്ങളെക്കാൾ ബന്ധം എനിക്കാണുള്ളത്. ഇതെന്റെ സ്വന്തം ചേട്ടനാ. സ്റ്റെപ്പിൽ നിന്നും എണീറ്റ് നിന്നുകൊണ്ട് ബാമ പറഞ്ഞതും. ഹോ, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ ഞാൻ ടൈം തരാം. ആദ്യം ഇതൊന്ന് പറയട്ടെ. ഹരി ഗൗരവത്ത് പറഞ്ഞതും ബാമ അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് നീലിയുടെ അടുത്തിരുന്നു. നീലി അവളുടെ ഭാവം കണ്ട് പുഞ്ചിരിയോടെ ഇരിപ്പുണ്ട്. സ്നേഹയെ ഞാൻ പരിചയപ്പെടുന്നത് ഇവളുടെ അച്ഛന് വയ്യാതെ കിടക്കുമ്പോൾ നോക്കിയിരുന്നത് ഞാനാണ്. അങ്ങനെയായിരുന്നു ഇവളെ ഞാൻ കാണുന്നത്. ആര് പറഞ്ഞു തുടങ്ങിയതും. അതെങ്ങനെ ശരിയാവുക? ചേട്ടന്റെ ഡയറിയിൽ ഞാൻ വായിച്ചിരുന്നല്ലോ, ഒരു ഓൺലൈൻ പ്രണയമായിരുന്നു എന്നും തുറന്ന് പറഞ്ഞില്ല എന്നൊക്കെ. ബാമ ഒരു അത്ഭുതത്തോടെ ചോദിച്ചു. ഓഹോ, അപ്പൊ അതിൻ്റെ ഇടക്ക് അതും എടുത്ത് വായിച്ചോ? ഹരി അതും പറഞ്ഞ് അവളുടെ ചെവിയിൽ പിടിച്ചതും. അത് വിട്, ഞാൻ വായിച്ചതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഡയറി നെഞ്ചിൽ വെച്ചുറങ്ങിയാൽ അങ്ങനെയൊക്കെ ഇരിക്കും. അത് കേട്ടതും അവൻ കൈവിട്ടു. അതൊക്കെ ഞാൻ 1 വർഷം മുമ്പ് എഴുതിയതാ. ഞാൻ അതെല്ലാം പറയാം ബാമേ, നീ പറയുന്ന ഇടയിൽ കയറി സംസാരിക്കാതെ. ഹരി അത് പറഞ്ഞതും. ഓക്കെ. ഇവൾ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ പ്രണയമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അങ്ങനെയല്ലെന്നും പറയാം. ഇൻസ്റ്റയിൽ എൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്നും തനിക്ക് നീ ഒരു സുന്ദരനാണെന്ന തോന്നലാണോ എന്നൊരു കമൻറ്റ് കണ്ട് അന്ന് എനിക്കത് ഇഷ്ടമാകാതെ അക്കൗണ്ട് എടുത്ത് അതിന് റിപ്ലൈ കൊടുത്ത് തുടങ്ങിയതാ. ആദ്യം വഴക്കായി, പിന്നെ കൂട്ടുകാരായി. അങ്ങനെ ഇഷ്ടമാണെങ്കിലും പരസ്പരം തുറന്നു പറയാതെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അപ്രതീക്ഷിതമായി ഇവളുടെ അച്ഛൻ്റെ വരവ്. അച്ഛൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു ശരിക്കും ഞങ്ങളുടെ പ്രണയത്തിന് തുടക്കമിട്ടത്. തുടരും.